ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പം ഇന്നലെ മൺഡേ നമ്മൾ 10 ദിവസത്തിന് ശേഷം സ്കൂളിലൊക്കെ പോയി. അങ്ങനെ പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 കിട്ടിയിട്ടുള്ള മാത്സും കെമിസ്ട്രിയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതൊക്കെ പേപ്പേഴ്സ് കിട്ടിയെന്ന് മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത് കെമിസ്ട്രിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 1 മാർക്ക് സെക്ഷനിൽ സത്യം പറഞ്ഞാൽ 4 മാർക്ക് കിട്ടേണ്ടായിരുന്നു. ഫസ്റ്റ് ആ കോർഡിനേഷൻ നമ്പർ 6 ചെയ്ത് കട്ട് ചെയ്തിട്ട് 5 എന്ന് എഴുതി. അപ്പം മിസ്റ്റേക്ക് വന്നു. പിന്നെ ചെറിയ സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പുതിയ പുതിയ റിയേജനൊക്കെ വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് ചെറിയ 1/2 മാർക്കും 1 മാർക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലോണം മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓണം എക്സാമിന് 53 ഉണ്ടായിരുന്നു കേട്ടോ കെമിസ്ട്രിയിൽ, പക്ഷേ 44 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് തീരില്ല, അതായത് നല്ല കുറവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് പിന്നെ ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് കൂടുതൽ വരുന്നത്. അതൊക്കെ തലേ ദിവസം വെച്ച് എല്ലാതും കൂടി മിക്സപ്പായി പഠിച്ചിട്ട് കുറേ മറന്നു പോയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ കുറേ മാർക്ക് പോയിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലത്ത് തിയറി മാത്രം എഴുതുന്ന സ്ഥലത്ത് എന്നാലും അവിടെ കിട്ടേണ്ട സ്കോറ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വെർണേഴ്സ് തിയറി അതിൽ 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലതിൽ ഈ ഓർഗാനിക്കിലാണ് കൂടുതൽ മാർക്ക് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം കണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ എഴുതിയിട്ടാണ്. അപ്പോൾ കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ട്, ഒക്കെ മിസ്സോട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ നെയിമിങ് സെക്ഷനൊന്നും കുഴപ്പമില്ല, അതൊക്കെ മര്യാദ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും ഓർഗാനിക് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ പുതിയ ഡെഫിനിഷൻസും ഇക്വേഷൻസൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇതാ കുറേ മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കെമിസ്ട്രി മിസ്സ് പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് ഈ നമ്മൾ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ റിയാക്ഷൻസ്, നെയിമിങ് റിയാക്ഷൻസ് ഉണ്ടല്ലോ, അപ്പം അതന്നെ ഏകദേശം പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതലിവിടെ നെയിമിങ് റിയാക്ഷൻസ് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ കൂടുതൽ ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ എല്ലാതും കൂടെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ നെയിമിങ് റിയാക്ഷൻസൊക്കെ നോക്കിയാൽ നമുക്ക് ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് ഒക്കെ മേടിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കെമിസ്ട്രീൻ്റെ അവസ്ഥ വന്നിട്ട്. സത്യം പറഞ്ഞാൽ നല്ലപോലെ പഠിച്ചിട്ടില്ല, തലേ ദിവസം എല്ലാതും കൂടി പഠിച്ചതിൻ്റെ ഒരു വലിയൊരു ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി അടുത്ത പേപ്പറാണ് മാത്സ്. ഭയങ്കര ഷോക്കായിട്ടുള്ള മാർക്കാണ് സത്യം പറഞ്ഞാൽ. പൊട്ടിയ അവസ്ഥയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ മാർക്സൊക്കെ മേടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്രിസ്മസ് എക്സാമിന് സമയത്ത് നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല സ്കോറും ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 49 എബവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടല്ലോ 22 ഉള്ളൂ. എനിക്കിപ്പം ഞാൻ എഴുതിയതിൽ തന്നെ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം വെക്ടറിൻ്റെ ചാപ്റ്ററും 3D ആ ഒരു 2 ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ്ക്കാണ് എഴുതിയതിൽ ഫുൾ മാർക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സത്യം പറഞ്ഞാൽ കണക്കാണ്. ഇൻ്റഗ്രൽസ് ചിലത് ഓക്കെയായാൽ ചിലത് ഓക്കെയല്ല, ചിലത് ഫുള്ളായിട്ട് വെട്ടിയിട്ടുണ്ട്. കാരണം ഓരോന്ന് പുതിയതായിട്ട് ഉണ്ടാക്കി എഴുതിയതിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. പിന്നെ ഡിറ്റർമിനൻസ് ചാപ്റ്റർ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തലേ ദിവസം നോക്കി 2-3 ക്വസ്റ്റ്യനോട് മാത്രം കടന്നു പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതൊക്കെ മറന്ന് ആകെ കുഴഞ്ഞ് ഒക്കെ മാറി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ആകെ ഒരു 1/2 മാർക്കേ കാണുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത്രയും എഴുതിയിട്ട് 1/2 മാർക്ക് എന്നൊക്കെ. പക്ഷേ സംഭവം അവിടെ ആൻസർ കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ കണ്ടില്ലെങ്കിൽ അടുത്ത ഞാൻ ആ പറഞ്ഞ ആ 2 ചാപ്റ്റേഴ്സ് മാത്രം കൃത്യമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി. മാത്സ് ഒക്കെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 30 ആൻഡ് എബോവെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ ഈ ആൻസർ കീ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലായി എന്തായാലും കിട്ടൂല, നല്ല എഴുതിയിൽ നല്ല കുറവുണ്ടാവുമെന്ന്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഒരു ബബിളിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ ഞാൻ ചെയ്ത് പഠിച്ചിരുന്നു. പക്ഷേ വരുത്തിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു ബബിളിൻ്റെ ക്വസ്റ്റ്യനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഏരിയ അതായത് സർക്കിളിൻ്റെ വെച്ചിട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ചിന്തിച്ചത് വേറെ രീതിക്കായിരുന്നു. ബബിളിൻ്റെ ഷേപ്പ് സ്ഫിയർ അല്ലേ വിചാരിച്ചിട്ട് സ്ഫിയറിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തിയാൽ നമുക്ക് അത് അടുത്തൊരു സമയത്ത് ശരിയാക്കി എഴുതാമെന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഇരിക്കുന്നത്. അപ്പോൾ മാത്സിൻ്റെ അവസ്ഥയും കണ്ടല്ലോ, നല്ല മാർക്ക് കുറഞ്ഞുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറഞ്ഞ മാർക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു തലേ ദിവസത്തെ ഒരു പഠിപ്പിലാണ് ഇങ്ങനെ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് എക്സാം ഗോള് വെച്ചിട്ടാണ് ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല, ഡെയിലി നല്ല രീതിക്ക് പഠിച്ച് തുടങ്ങണം. പിന്നെ ഇന്നിപ്പം നമ്മുടെ 2024 ലാസ്റ്റ് ഡേ. അപ്പോൾ ഇതുവരെ കുറേ കളിച്ച് നടന്ന് പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വെച്ച് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഒരു നാളെ January 1 നമുക്കെല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക്
നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഓരോന്ന് പറയുന്നതാണ്. പക്ഷേ ഇനി നമുക്ക് പഠിച്ചില്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്താലും മാർക്ക് കിട്ടില്ല, ജയിക്കില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം മാർക്ക് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എന്തായാലും ഒരു സെൽഫ് മോട്ടിവേഷൻ വേണമല്ലോ. അല്ലാതെ മാർക്ക് പോയെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എന്താ പറയുക നഷ്ടപ്പെടാനോ കിട്ടാനോ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു മാർക്ക് കുറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും പഠിക്കണം, നല്ല രീതിക്ക് പഠിക്കണം എന്നുള്ളൊരു എന്താ പറയുക ഇങ്ങനെ തോന്നൽ വരുമല്ലോ. പിന്നെ നമ്മളിപ്പം വരുത്തിയ മിസ്റ്റേക്സൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് വരുത്താതെ സൂക്ഷിക്കാം. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക അടുത്ത് നല്ല രീതിക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ എൻ്റെ വീക്ക് പോയിൻ്റൊക്കെ എന്താണെന്ന് മനസ്സിലായി. അതായത് മാത്സ് തീരെ പോരാ, പഠിക്കലില്ല, തലേ ദിവസം പഠിച്ചാലും ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി മാത്സ് പ്ലസ് ടുത്തെ ഓരോ ചാപ്റ്റേഴ്സ് കുറച്ചെങ്കിലും പഠിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. പിന്നെ അതുപോലെ ഞാനിപ്പം സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൽ ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ലേറ്റായിട്ട് ജോയിൻ ചെയ്തപ്പം അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടിൽ ആ ഒരു സമയത്ത് തീരെ ക്ലാസ് കാണാറില്ലായിരുന്നു. പക്ഷേ എക്സാംസൊക്കെ വരുമ്പം നമുക്ക് ടഫായി തോന്നുന്ന ചാപ്റ്റേഴ്സൊക്കെ ഞാൻ ക്ലാസ് തന്നെ നോട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നാളെ മുതൽ പുതിയ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പം അതിൽ ഇമ്പ്രൂവ്മെൻറ്റും പഠിപ്പിക്കും, പിന്നെ നമ്മുടെ ഈ പ്ലസ് ടുക്ക് വേണ്ട സംഭവങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പ്രാവശ്യം സൈലത്തിൻ്റെ കൂടെ ആപ്പിലിരുന്നിട്ട് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്രാവശ്യമെങ്കിലും അതൊന്ന് ഫോളോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് ടു ഇതിൻ്റെ കൂടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്ലസ് ടുകാർക്ക് ആവശ്യമുള്ള സംഭവമാണ് റെക്കോർഡ് കംപ്ലീഷൻ. അപ്പോൾ എൻ്റെ ഇപ്പം 4 കംപ്ലീറ്റ് ആയി. ഇനി ഫിസിക്സ് മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ടൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കണം എന്നാണ്. പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ പിന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം പബ്ലിക്കാണ് 22-ാം തീയതി മുതൽ. അപ്പോൾ അതിനും അത്യാവശ്യം കുറച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇന്ന് നാളിപ്പം ന്യൂ ഇയർ അല്ല, അപ്പം ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കസിൻ സിസ്റ്റേഴ്സൊക്കെ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും കൂടി ഒന്നും മുറിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അതാ നമുക്ക് കുറച്ച് ന്യൂ ഇയർ കേക്ക്സിൻ്റെ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു കേക്കിൽ ക്രീം വെച്ച് പേര് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. മമ്മ കേക്ക് ചെയ്തൊന്നും പേര് ഞാൻ എഴുതി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് ലോ ആയി കിട്ടി വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിച്ച് പഠിക്കാതിരിക്കൊന്നും വേണ്ട. ഇത് നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കാം. ഇനി നമുക്ക് അടുത്തുള്ള എക്സാമിൽ നല്ല മാർക്സൊക്കെ മേടിക്കണം. അപ്പോൾ എല്ലാവരും പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. സോ താങ്ക് യു.